ഷെഡിന്റെ അടുത്ത് ആവണിങ്ങ പോയി നോക്ക്. ഉമ്മ ഈ ചെക്കൻ വെട്ടിപ്പാത്തിക്കണു. റബ്ബേ, ഈ ചെക്കനെ കൊണ്ടുള്ള ഓരോരോ ഇടങ്ങേറ് ചില്ലറ നല്ല മാറി കങ്ങട് ഒരു സൗകര്യം തെരഞ്ഞെടുണ്ടോ. ഇവിടെ ഉണ്ടല്ലേ നിങ്ങളുടെ പണികളൊക്കെ കഴിഞ്ഞാ? ഒരു പണിയും കഴിഞ്ഞിട്ടില്ല. എന്റെ കഴിഞ്ഞില്ലൊരു പണി. കുഞ്ഞുട്ടിപ്പാന്റെ മുടി ബേക്കിലുള്ളവർക്കൊന്നും കാണാനില്ല. കാണും, എല്ലാരും കാണും. പടച്ചോൻ വിചാരിച്ച എല്ലാരും തെളിച്ചു കാണും. പടച്ചോനോട് പ്രാർത്ഥിച്ചോളി. പൈസ കൊടുത്ത് വാങ്ങിയ സാധനം കളയേ കണക്ക് കേൾക്കണുണ്ട് സൂറ. എൻ്റെ 2000 ഒരു പുതിയ കുട്ടി വാങ്ങിയില്ലേ. ഇത് ജബ്ബാർ വന്നു വന്നപ്പോ ഞാൻ അങ്ങോട്ട് എടുത്ത് കളഞ്ഞല്ലോ. നിങ്ങൾക്ക് അതൊക്കെ പറയാം. അത് ഞാൻ എൻ്റെ കുട്ടികളും കിടക്കുന്ന ബെഡാ. എൻ്റെ ഫൈസൽ മേടിച്ചതാണിത്. മൂളെന്താ ചടങ്ങ് ആ വരുന്ന എൻ്റെ മാപ്പിള. ബാംഗ്ലൂർ പഠിക്കുന്ന മോളെ വിശേഷം? ആ അവള് കുഴപ്പമൊന്നുമില്ല, സുഖാണ്. ആ നോക്കി കണ്ട് കേറിക്കോ. കേറിയാ കേറിയില്ലേ? ഇത്തിരി ഇടങ്ങായിരുന്നു. എന്താ ഫാത്തിമ, നമ്മുടെ സൈനത്താന്റെ ബെഡന്നെ കിട്ടിയില്ലേ? ഇത് മുട്ടാ നല്ല മുരിങ്ങടല. നേരം 2 മാങ്ങ കിട്ടുകയാണെങ്കിൽ മത്തിയിലിട്ട് ചാറൊക്കെയാണ്. അത് കൈയടയുണ്ടാ? പിന്നെ കയ്യും കളയിട്ട് മടി വെച്ചിട്ടില്ല. ഇതുകൂടെ കൂടെ പോവുക. ഹലോ, ഇന്ന് നമ്മൾ 3 മലയാള സിനിമയാണ് കാണിച്ചത്. രാവിലെ അരീഖ്, രണ്ടാമത് സർക്കിട്ട്, മൂന്നാമത് ഫെമിനിസി ഫാത്തിമ. അതിൽ അരീഖിൻ്റെ ഡയറക്ടർ സ്ഥലത്ത് വന്നിട്ടില്ല. പുള്ളി വേറെ എവിടെ പോയിരിക്കുകയാണ്, ഷാർജയിൽ എന്തോ പോയിരിക്കുകയാണ്. സർക്കിട്ടിൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ മിസ്റ്റർ സിദാൻ നമ്മളോടൊപ്പം ഇവിടെ ഉണ്ട്. സംശയങ്ങൾ ചോദിക്കാം. ഫെമിനിസി ഫാത്തിമയുടെ ഡയറക്ടർ ഫാസിൽ ഇവിടെയുണ്ട്. അതിൽ സുരാത്ത എന്നുള്ള കഥാപാത്രം ഇവിടെയുണ്ട്. സംശയങ്ങൾ ചോദിക്കാം എല്ലാവരും. ഗംഭീര മേക്കിംഗാണ്. അതിൻ്റെ ആ ഒരു മേക്കിംഗ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എത്രമാത്രം സിമ്പിളായിരുന്നു. ഈ കഥാപാത്രങ്ങളെ അഭിനയിച്ചവരൊക്കെ എങ്ങനെ കണ്ടുപിടിച്ചു? വളരെ നാച്ചുറലായിരുന്നു. എല്ലാ അഭിനന്ദനങ്ങളും ഡയറക്ടർ അർഹിക്കുന്നുണ്ട്, അല്ലേ? അതിനർത്ഥം നമ്മുടെ ചുറ്റുവട്ടമൊക്കെ നന്നായിട്ട് കല കൈകാര്യം ചെയ്യാൻ അറിയാവുന്നവരൊക്കെ ഉണ്ടെന്നാണ്. അവരെ കണ്ടുപിടിച്ച് എല്ലാം കൂട്ടിയോജിപ്പിച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ് ഡയറക്ടർ സംബന്ധിച്ചത്, അല്ലേ? ഫാസിൽ, അല്ലേ? ഫാസിൽ ആ കാര്യത്തിൽ വിജയിച്ചിട്ടുണ്ട്. എല്ലാവരും നല്ലൊരു കൈയ്യടി കൊടുക്കും പ്ലീസ്. ഈ കിട്ടുന്ന കൈയ്യടിയാണ് ഇപ്പോൾ അഭിനന്ദനം. ഓക്കെ, അതൊന്ന് ഫാത്തിമ നടക്കണ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കുറച്ച് കാലമായിട്ട് ഇങ്ങനെ ഒരു സിനിമ ചെയ്യാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എറണാകുളത്ത് പോയി നിന്ന് പുതിയ പ്രൊഡക്ഷൻ്റെ അടുത്ത് സംസാരിക്കുന്നത്, പിന്നെ ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് സംസാരിക്കുന്നത്. അപ്പം അത്ര ശ്രമങ്ങൾ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതൊന്നും അതുകൊണ്ട് ഫലം കാണുന്നില്ല. അപ്പം അങ്ങനെ എടുത്ത തീരുമാനമാണ് എനിക്കൊരു സ്വന്തമായിട്ടൊരു സിനിമ ചെയ്യാമെന്നുള്ളത്. അപ്പം അങ്ങനെ ആലോചിച്ചപ്പോൾ ഇപ്പോൾ നമുക്കൊരു ഇൻവെസ്റ്ററോ അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്നിട്ട് എങ്ങനെ ഒരു സിനിമ ചെയ്യാമെന്നാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്ന കാര്യം നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ ചെയ്യാം. അപ്പോൾ നമുക്ക് അവരുടെ സപ്പോർട്ട് കിട്ടുമല്ലോ. ഇപ്പോൾ ആരെയും ആർട്ടിസ്റ്റ് നമ്മളെ ചുറ്റുപാടുള്ള ആൾക്കാർ തന്നെ. ഞാൻ ട്യൂഷൻ വിടുന്നൊരു വെബ് സീരീസ് ചെയ്യുന്നുണ്ടായിരുന്നു യൂട്യൂബിൽ. അപ്പോൾ അത് ഇതുപോലെ എൻ്റെ ചുറ്റുപാടുള്ള ആൾക്കാരെ അഭിനയിപ്പിച്ചിട്ട് ഞാൻ ചെയ്തത്. അപ്പോൾ ആ ഒരു ധൈര്യം ഉണ്ടായിരുന്നു ഇതുപോലെ ആളുകളെ അഭിനയിപ്പിക്കാൻ പറ്റുന്നുള്ളത്. അപ്പം അങ്ങനെ ചെറിയൊരു കഥ ഉണ്ടാക്കി. ഈ കഥ ഉണ്ടായ സംഭവം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
ആദ്യം എനിക്ക് ടൈറ്റിലാണ് കിട്ടണത് ഫെമിനിച്ചി ഫാത്തിമ എന്ന് പറഞ്ഞിട്ടുള്ള. അപ്പോൾ ഫാത്തിമ എന്നുള്ള ടൈറ്റിൽ കിട്ടി. ആ ടൈറ്റിൽ കിട്ടിയതിന് ശേഷം ഞാനൊരു കഥ എഴുതിയതിൻ്റെ ശേഷം ഞാൻ എൻ്റെ പെങ്ങളുടെ വീട്ടിൽ നിൽക്കാൻ പോകും ഒരു ദിവസം. ഞാൻ കുറേ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, വീണ്ടും പറയണം. പെങ്ങളുടെ വീട്ടിൽ നിൽക്കാൻ പോകുന്ന സമയത്ത് പോയപ്പോൾ പിറ്റേ ദിവസം രാവിലെ ഞാൻ എണീക്കുന്നത് എൻ്റെ പെങ്ങളെ കുട്ടീനെ ചീത്ത പറയുക, അതുപോലെ ബെഡിൽ മൂത്രമൊഴിച്ചിട്ട്. അപ്പോൾ ഞാനൊരു പാതി ഉറക്കത്തിൽ ഇങ്ങനെ കണ്ണടച്ചേക്ക് എടുക്കുമ്പോൾ മുപ്പത്തേരെ സംസാരം എൻ്റെ ചെവിട്ടിലോട്ട് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ആ സമയത്ത് പറഞ്ഞ രണ്ട് വാക്കുകൾ ഭയങ്കര സ്ട്രൈക്കായി. അതായത് മൂത്രം തട്ടിക്കാണ്ട് കൊണ്ടിരിക്കുന്ന ബെഡായിരുന്നു, അതിൻ്റെ വളം പോകില്ല എന്ന്. അപ്പോൾ അതിങ്ങനെ മനസ്സിൽ ഇങ്ങനെ എന്തോ ഇതിൽ കിടന്നുണ്ടായി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് മുമ്പടുത്ത് വന്ന് ഇരുന്നപ്പോൾ കാണുന്ന വിഷ്വൽ പറഞ്ഞു കഴിഞ്ഞാൽ താത്ത ഈ ബെഡും തോളിലേറ്റ് മുമ്പടുത്ത് കൊണ്ടുപോയിട്ട് ഒരു കസാരയൊക്കെ വെച്ച് അതിൻ്റെ മേലെ ബെഡ് ഇട്ട് ഇതിൽ ഭയങ്കര വിഷമത്തിലിരിക്കണം. അപ്പോൾ ഞാൻ ആ ഒരു ബെഡ് എന്നുള്ളൊരു എലമെൻറ്റ് എനിക്ക് അപ്പോഴാണ് കിട്ടിയത്. കാരണം എത്രത്തോളം ബെഡ് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കത് നിസ്സാരമായിട്ട് തോന്നുമെങ്കിലും നമുക്കറിയാം രാത്രി പോയി കിടന്ന് ഉറങ്ങണമെന്നുണ്ടെങ്കിൽ ബെഡില്ലെങ്കിൽ അത് വീട്ടിലാണ്. അപ്പോൾ അങ്ങനെയാണ് ആ ബെഡ് എന്നുള്ള എലമെൻറ്റ് വന്നത്. പിന്നെ അവിടുന്ന് മൊത്തം തിരക്കഥ മാറ്റി എഴുതി ബെഡിനെ ആഡ് ചെയ്ത്. പിന്നെ ഇത് സ്പോട്ടിലാണ് കൂടുതൽ പരിപാടി നടന്നത്. കാരണം ഞാൻ മുന്നേ പ്ലാൻ ചെയ്തിട്ടൊന്നും കാസ്റ്റ് ചെയ്തിട്ടില്ല. ആകെ 1, 2, 3 പേര് മാത്രം പ്ലാൻ ചെയ്ത് കാസ്റ്റിംഗ് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഒക്കെ ഇതിൻ്റെ എഡിറ്ററും റൈറ്ററും ഞാൻ തന്നെയാണ്. അപ്പോൾ ഞാൻ രാവിലെ ഷൂട്ട് ചെയ്ത് വൈകുന്നേരം ഇത് എഡിറ്റ് ചെയ്ത് ഇങ്ങനെ ഞാൻ അന്ന് കണ്ട് ഞാൻ പിറ്റേ ദിവസത്തേക്കുള്ള സ്ക്രിപ്റ്റ് ഞാൻ അന്നിരുന്ന് എഴുതും രാത്രി. എന്നിട്ടാണ് ഞാൻ കിടന്ന് ഉറങ്ങാറ്. അപ്പോൾ ഞാൻ അങ്ങനെ സ്ക്രിപ്റ്റിന് വേണ്ട മാറ്റങ്ങൾ മാറ്റിയിട്ട് അപ്പോൾ പുതിയ ക്യാരക്ടേഴ്സ് ആഡ് ആകുമ്പോൾ ഞാൻ എൻ്റെ സറൗണ്ടിൽ ഇപ്പോൾ ഒരു ക്യാരക്ടർ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിലൊരു സൂറാത്തല്ല ഒരു ബെഡ് കൊടുക്കുന്ന ഒരു താത്താൻ്റെ റോൾ വന്നു. അപ്പോൾ ആ റോൾ എത്തിയപ്പോഴാണ് അയ്യോ നാളെ ഒരാൾ അഭിനയിക്കുന്നതാണല്ലോ, അപ്പോൾ ആരാണ് എന്നുള്ളത്. ഇപ്പോൾ ഞാൻ എൻ്റെ ചുറ്റും ഇങ്ങനെ ആലോചിച്ച് ആരൊക്കെ ചെയ്യാൻ പറ്റുന്നത്, ആരൊക്കെയാണ് സ്മാർട്ടായ ആൾക്കാർ ആരാണെന്നുള്ള നോക്കിയത്. കാരണം വിളിച്ചു കഴിഞ്ഞാൽ നോക്കാം എന്ന് പറയുന്ന ആൾക്കാർ ആരാന്നുള്ളതാണ്. അപ്പോൾ ഞാനൊന്നിങ്ങനെ കറക്കി നോക്കി. അപ്പോൾ എനിക്ക് ഓർമ്മ വന്ന് എൻ്റെ പഴയ ട്യൂഷനല്ല അംഗനവാടി ടീച്ചർ 37 ആൾ സ്മാർട്ടാണ് എന്നുള്ളത്. അപ്പോൾ ഞാൻ 37 വിളിച്ച് നിങ്ങൾ എന്താണ് വരാൻ പറ്റുമോ അഭിനയിക്കാനാണ്. അപ്പോൾ ഞാൻ വരാമല്ലോ പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ മൊത്തത്തിലുള്ള എല്ലാ കാസ്റ്റിങ്ങും നടന്നത്. ഇങ്ങനെയാണ്. ഞാൻ മുന്നേ ഇന്ന ആളെ വിളിക്കാന്നുള്ള പ്ലാനില്ല. അപ്പോൾ എൻ്റെ മനസ്സിൽ വരുന്ന ആൾക്കാരെ പിക്ക് ചെയ്തെന്നുള്ള. പിന്നെ ഷൂട്ട് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മിനിമലായിട്ട് ഷൂട്ട് ചെയ്ത് നമ്മൾ 5 പേരടങ്ങുന്ന ക്രൂ ആയിരുന്നു. ഞാൻ എൻ്റെ 2 അസിസ്റ്റൻസ്, ക്യാമറമാൻ, ഒരു അസിസ്റ്റൻറ്റ്, അങ്ങനെ 5 പേരായിരുന്നു മൊത്തം പടത്തിൻ്റെ ക്രൂ. പിന്നെ ഒരു വീട്ടിലത് ഷൂട്ട് ചെയ്തിരുന്നു. ആ പൊന്നാനി ലൊക്കേറ്റിൽ ഷൂട്ട് ചെയ്ത്. അപ്പോൾ ഒരു 2 വീടുകൾ. അപ്പോൾ ഈ അടുത്ത വീട്ടിലെ ആൾക്കാർ ഭയങ്കര സപ്പോർട്ടായിരുന്നു. അവരും ഇതിൻ്റെ ഒരു ക്രൂ മെമ്പർ പോലെയാണ് സ്റ്റാർട്ടിങ് തൊട്ട് അവസാനം വരേണ്ടത്. കാരണം നമ്മൾ ആ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കി അവരെന്നെ ഫുഡ് നമുക്ക് വിളമ്പി തന്ന് എൻ്റെ വീട്ടിൽ കിടന്നുറങ്ങി. അങ്ങനെയൊക്കെയാണ് ഈ സിനിമ ഷൂട്ട് ചെയ്തത്. അപ്പോൾ എന്താ പറയുക, അതിൻ്റെ ഒരു ഫ്രഷ്നെസ്സും അതിൻ്റെ ഒരു സത്യസന്ധതയൊക്കെ ഈ സിനിമയ്ക്ക് കിട്ടിയെന്ന് തന്നെ വിശ്വസിക്കുന്നു. ഞാൻ 2 സിനിമ കണ്ടത്, മറ്റേ ബി മറിയം, അത് ഈ സിനിമയും കണ്ടിരുന്നു. രണ്ടിനും പൊതുവായി കണ്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ, അതായത് മുന്തിരി പിന്നെ വളരെ പ്രക്ഷുബ്ധമായ ഒരു പ്രക്രിയ കൂടി കടന്നു പോയിട്ട് മധുരമുള്ള വീഞ്ഞായിട്ട് മാറുന്ന ഒരു പടമായിരുന്നു ആദ്യത്തെ പടം. അപ്പോൾ അത് ശരിക്കും നമുക്ക് സ്ട്രൈക്ക് ചെയ്ത് ആ ഒരു അതായത് ദുഃഖത്തെക്കുറിച്ച് ഭയങ്കരമായിട്ട് ചിന്തിക്കുന്നൊരു സമയം കൂടാണ്. കാര്യം ഭയങ്കരമായിട്ട് ഈ പെർസിസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവം ദുഃഖം തന്നെയാണ്. അപ്പോൾ അത് ഇങ്ങനെ ഭയങ്കരമായിട്ട് വരുമ്പോൾ മനുഷ്യൻ അതിനടിപ്പെട്ട് പോവുകയും ഭയങ്കരമായിട്ട് ദുഃഖത്തിന് കീഴടങ്ങിപ്പോവുകയും ചെയ്യുന്നൊരു അവസ്ഥയാണ്. പക്ഷേ ആദ്യത്തെ സിനിമയിൽ ശരിക്കും ആ ദുഃഖം ശീലിച്ചൊരു വ്യക്തി അതിൽ നിന്ന് വിമോചനം കണ്ടെത്തുന്ന ഒരു പഴുതി കണ്ടെത്തി വിമോചനം നേടുന്നൊരു പ്രക്രിയ. രണ്ടാമത്തെ പടത്തിൽ ആ ഒരു നമ്മുടെ കാലഘട്ടത്തിൽ അങ്ങനെ ചിന്തിക്കാൻ പറ്റുന്ന എങ്ങനെയെന്ന് വേറൊരു പ്രശ്നം വരും. എങ്കിൽ പോലും അത് സാധിക്കുന്നുണ്ട്. അതൊരു ഭയങ്കര എന്തായിട്ട് തോന്നി. അഭിനന്ദനം. നമസ്കാരം. ആദ്യം തന്നെ പറയാനുള്ള അഭിനന്ദനങ്ങളാണ്. 2 സിനിമയാണ് കണ്ടത്, സർക്യൂട്ടും
പിന്നെ ഫെമിനിച്ചി ഫാത്തിമയും. സർക്യൂട്ടിനെ കുറിച്ച് ഞാൻ രണ്ടാമത് പറയാം. അത് നേരത്തെ ആ സിനിമ ഞാൻ തിയേറ്ററിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അവസാനം കണ്ട സിനിമയെക്കുറിച്ച് ആദ്യം പറയാം. ഫെമിനിച്ചി ഫാത്തിമ തീർച്ചയായിട്ടും താങ്കൾ ഒരുപാട് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നുണ്ട്. ആദ്യത്തെ സിനിമയാണല്ലേ, ആദ്യത്തെ സിനിമയാണ്. ആ സിനിമയിൽ അതിലെ മെയിൻ ലീഡ് റോള് നമ്മുടെ ഫാത്തിമയുടെ കൂടെ നമുക്ക് പ്രേക്ഷകർ സഞ്ചരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഫാത്തിമ ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിലുള്ള ഒരു ചുറ്റുപാടിലുള്ള ഒരു സാധാരണ ഒരു വീട്ടമ്മയുടെ ഫ്ലൈറ്റിൽ കൂടെയാണ് അത് കഥ കടന്നു പോകുന്നത്. നാട്ടിൽ നടക്കാവുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾ, പക്ഷേ ആ കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ വലിയ വലിയ കാര്യങ്ങളുണ്ട്. അവരുടെ ആ ഒരു ജീവിതം അത്രമാത്രം ദുരിതപൂർണമാവാൻ ആ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. ഒരു ചെറിയ ഒരു കാര്യം പോലും അവർക്ക് സാധിക്കാൻ പറ്റുന്നില്ല. അവരുടെ ഒരു സാമ്പത്തികമായിട്ട് അവർക്കൊരു ഇൻഡിപെൻഡൻസ് ഇല്ലാത്തതുകൊണ്ട് 10 രൂപ പോലും എടുക്കാനില്ലാത്തൊരവസ്ഥയിൽ ഒരു വീട്ടമ്മ ഒരു ഭർത്താവിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഭർത്താവിൻ്റെ ആജ്ഞകൾ അനുസരിച്ചുകൊണ്ട് അവർ ജീവിതം മുന്നോട്ട് നീങ്ങുമ്പോൾ അവർക്ക് എന്തെല്ലാം സാഹചര്യങ്ങളിൽ കൂടെ കടന്നു പോകേണ്ടി വരുന്നു. അവസാനം അവർക്കൊരു ട്രാൻസ്ഫർമേഷൻ വരികയാണ്. അവരൊരു ഫെമിനിറ്റി എന്നുള്ളൊരു പദം അവർക്ക് അതിൻ്റെ യഥാർത്ഥ അർത്ഥമൊന്നും അറിയില്ലെങ്കിൽ പോലും ആ ഒരു ഡെസിഗ്നേഷൻ സ്വയം ഏറ്റെടുത്ത് അവരുടെ ഒരു ലെവൽ ഉയർത്തുകയാണ്. എന്നിട്ട് അവരൊരു ഇൻഡിപെൻഡൻസ് അവർ സ്വയം നേടുകയാണ്. അത് ഒരു സാധാരണ കഥ ആവാമായിരുന്ന ഒരു സിനിമ നിങ്ങളതിൽ ഒരു ഹ്യൂമറിൻ്റെ ഒരു ടച്ചോട് കൂടിയിട്ട് കൊണ്ടുവന്നപ്പോൾ പല സ്ഥലങ്ങളിലും പ്രേക്ഷകർക്ക് ചിരിക്കാനുണ്ടായിരുന്നു. കാരണം പ്രോട്ടഗോണിസ്റ്റിൻ്റെ നായകൻ്റെ ദയനീയ അവസ്ഥകളിൽ പലപ്പോഴും നമുക്ക് സങ്കടമല്ല ചിരിയാണ് വരുന്നത്. കാരണം അയാളുടെ ഒരു പതനം നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് രസിക്കുന്നു പ്രേക്ഷകർക്ക്. കാരണം ആ ഒരു പതനമാണ് പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത്. കാരണം അയാൾ അത്രയും ഒരു ലോ പ്രൊഫൈലിൽ ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അയാൾ ഉയരേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ നായികയുടെ ലെവലിനൊത്ത് അയാൾക്ക് ഉയരാൻ പറ്റുന്നില്ല, ആ ചിന്തകൾക്കൊപ്പം ഉയരാൻ പറ്റുന്നില്ല. അയാൾക്ക് ഉണ്ടാകുന്ന വീഴ്ചകൾ ചിരി പ്രദാനം ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ഇതിൽ വളരെ നിഷ്കളങ്കമായ ആ ഒരു അഭിനേതാക്കളെല്ലാം തന്നെ വളരെ നാച്ചുറലായിട്ട് സത്യസന്ധമായിട്ട് ഓരോരുത്തരുടെ റോള് ചെയ്തിട്ടുണ്ട്. താങ്കൾ ഏത് റോളാണ് ചെയ്തത്? വേറെ സിനിമയാണല്ലോ. സർക്കിട്ടാണ്. ഓക്കെ. ഈ സിനിമയിൽ തന്നെയാണ്. ശരി. സൂറത്താണ് മറ്റേ അയൽവാസിയായിട്ട്. ഓക്കെ. വളരെ വൈബ്രൻ്റ് ആയിട്ടുള്ള അയൽവാസി അല്ലേ? ശരി. ഓക്കെ. നന്നായിട്ടുണ്ട്. അപ്പോൾ താങ്കൾക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും. താങ്കളുടെ ആദ്യത്തെ സിനിമ വളരെ മനോഹരമായിട്ടുണ്ട്, കാണാൻ നല്ല രസമുണ്ടായിരുന്നു, ഒരിക്കലും ബോറടിക്കുന്നുണ്ടായിരുന്നില്ല. കൺഗ്രാജുലേഷൻസ്. ഇനി സർക്കീട്ടിനെ കുറിച്ച്. സർക്കീട്ട് നല്ലൊരു സിനിമയാണ്. അതിൽ അഭിനയിച്ച അതിലെ നായകൻ ആസിഫ് അലി ആണെങ്കിലും അതുപോലെ തന്നെ കുട്ടി ഇന്ന് ഞാനിവിടെ കണ്ടു. വളരെ ഗംഭീരമായിട്ട് കുട്ടി ചെയ്തിട്ടുണ്ട്. വളരെ നന്നായി ആ ബോണ്ടിങ്ങും അവർ തമ്മിലുള്ള ബോണ്ടിങ്ങും ആ ചിത്രം വളരെ നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. വളരെയധികം ഇഷ്ടപ്പെട്ടു. അഭിനന്ദനങ്ങൾ. ഓക്കെ, താങ്ക് യു. 3 ഫിലിമുകളും കണ്ടു. 3 ഫിലിമുകളും നല്ല നിലവാരം പുലർത്തിയിട്ടുണ്ട്. ലാസ്റ്റ് ഫിലിം നല്ല തമാശയോട് കൂടിയിട്ടാണ് അവതരിപ്പിച്ചത്. വ്യത്യസ്ത രീതിയിൽ ക്രിറ്റിസിസം നമ്മുടെ പ്രത്യേകിച്ചും ഒരു കമ്മ്യൂണിറ്റിയുടെ ഒരു ഇതിലൊക്കെ വരുമ്പോൾ തമാശ രൂപത്തിൽ ചെയ്യുമ്പോൾ കുറച്ചുകൂടി അതൊരു ഫ്രീ ആയിട്ട് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഒരു സർക്കിളിനെ കുറിച്ചൊരു ചെറിയൊരു തിരക്കഥയിലൊരു ഡൗട്ട് ഉള്ളത്, അതിൽ ഇടയ്ക്ക് വെച്ച് ഗൂഗിൾ ചെയ്യുന്നുണ്ട് ഈ പശ പിടിക്കുമ്പോൾ. അതിൻ്റെ റെലവൻസ് ഒന്ന് പറഞ്ഞാൽ കൊള്ളാറുണ്ട്. അല്ല, അത് ആദ്യം മുതലേ സ്ക്രിപ്റ്റിൽ തന്നെ ഉള്ളതാണ്. അപ്പം ഇപ്പോഴത്തെ ഒരു ജനറേഷനിൽ ഈ ഇൻ്റർനെറ്റൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു ബേസിക് ലോജിക് ചോദ്യമായിട്ട് വരും, എന്താണ് ഇൻ്റർനെറ്റ് ഉപയോഗിക്കാത്തത്, ഒന്ന് ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്തോടെ. അപ്പോൾ ആ ഒരു ഇതൊന്ന് ഇതാക്കാൻ വേണ്ടിയാണ് ജസ്റ്റ് ഒന്ന് യൂട്യൂബിലൊന്ന് സെർച്ച് ചെയ്ത്. പക്ഷെ അപ്പോഴേക്ക് വേറൊരു സിറ്റുവേഷൻ വന്നപ്പോൾ ആ നെക്സ്റ്റ് സിറ്റുവേഷനിലേക്ക് ആ കഥ പോവുകയാണ്. പിന്നെ വേറെ സംഭവം പറയല്ലേ, ഫാസിക്കയും സർക്കിട്ടിൻ്റെ ഭാഗമാണ്. ഫാസിക്കയും സർക്കിൻ്റെ നമ്മുടെ ഓഡിഷൻ മുതൽ നമ്മുടെ പടത്തിൻ്റെ സ്പോട്ട് എഡിറ്ററായിരുന്നു ഫാസിക്ക. നമ്മുടെ ഒരു മെയിൻ ടീം മെമ്പർ ആയിരുന്നു. ഈ പടം ഞാൻ താമക്കൻ്റെ ഡയറക്ഷൻ ടീമിലെ ഒരു അംഗമാണ് ഞാൻ. അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ ഫാസിക്കനെ പരിചയപ്പെടുന്നത്. 1001 നുണകളുടെയും സ്പോട്ട് എഡിറ്റർ ഫാസിക്കയായിരുന്നു. അപ്പോൾ അതായിരുന്നു ആ ചോദ്യത്തിൻ്റെ ഉത്തരം. ജസ്റ്റ് ഇപ്പോഴത്തെ ഒരു റെലവൻസ് ഈ കാലത്ത് എല്ലാവരും ഫസ്റ്റ് എന്തെങ്കിലും ഇഷ്യൂ
ഇല്ല, അപ്പോഴേക്ക് നെക്സ്റ്റ് ഇഷ്യൂ മീൻസ് ആ മോനപ്പം പറയും എനിക്ക് വാഷ്റൂം പോകണം, എനിക്ക് മുട്ടെന്ന് പറയുമ്പോൾ ഒച്ചപ്പാടാക്കുമ്പോൾ ആണ് അടുത്ത ഇഷ്യൂലേക്ക് പോകുന്നത്. അപ്പോൾ അവിടെ അതിന് സമയമില്ല. എന്നിട്ട് ആ മൂത്ത് വയ്ക്കുമ്പോൾ ആസിഫിന് വേറെ കോള് വരികയാണ്. അപ്പോഴേക്ക് ആ ഒരു മൊമെൻ്റ്, ആ ഒരു സിറ്റുവേഷൻ പാസ് ഓൺ ആവാൻ. താങ്ക് യു. ഫെമിനിച്ചി ഫാത്തിമ മാത്രമാണ് കണ്ടത്. എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ വളരെ വ്യതിയാനത്തിൻ്റെ ഒരു ലക്ഷണമാണ്. ഒന്ന്, വളരെ നാട്ടിലെ സിനിമ, പ്രാദേശികമായിട്ട് ഏറ്റവും ലോക്കാലിറ്റി മാത്രം ഫേസ് ചെയ്തുകൊണ്ട് സിനിമ എന്നുള്ളതിലേക്ക് ഒരു തരത്തിൽ. അത് സാധാരണ ഇറാനിയൻ സിനിമ ധാരാളം പരീക്ഷിച്ചിട്ടുള്ളൊരു കാര്യമാണ്. ഇറാനിലെ ധാരാളം സംവിധാനങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ ധാരാളം കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മൾ ധാരാളം ഇറാനിയൻ സിനിമ പുകഴ്ത്തി പറയാറുണ്ടെങ്കിലും മലയാളത്തിലേക്ക് ആ ഒരു ആശയം കൊണ്ടുവരുമ്പോൾ അത്രയൊന്നും ആൾക്കാർ അത്ഭുതത്തോടെ കാണാറില്ല. രണ്ടാമത്തെ കാര്യം, ഇതൊരു കമ്മ്യൂണിറ്റിയുടെ, മതത്തിൻ്റെയും അതുപോലെ തന്നെ അതിനകത്ത് നടക്കുന്ന സ്ട്രഗിളിൻ്റെയും കൂടി പ്രശ്നമാണ്. അപ്പോൾ ഫെമിനിസ്റ്റ് എന്നുള്ള പ്രയോഗത്തിൽ, ഫെമിനിച്ചി എന്നുള്ള പ്രയോഗത്തിൽ ശരിക്കും അതിൻ്റെ അർത്ഥം വരുന്നത് ഇപ്പോഴാണ്. സാധാരണ നമ്മൾ നഗരത്തിൽ ഫെമിനിസ്റ്റുകൾ എന്ന് പറയുമ്പോൾ പലതരത്തിൽ വിളിക്കാറുണ്ട്. പക്ഷേ ഇവിടെ ഒരു ചെറിയ കമ്മ്യൂണിറ്റിയുടെ അകത്ത്, ഒരു ചെറിയ സ്ഥലത്തിനകത്ത് ചെറിയ മാറ്റം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സംഭവം. പിന്നെ ഒരു വളരെ ചെറിയൊരു ബെഡ് എന്നൊരു വിഷയം മാത്രം എടുത്തുകൊണ്ട് ഇങ്ങനെ ചെയ്യാൻ കഴിയുന്നത് തന്നെ വളരെ കൗതുകമാണ്. സാധാരണ നമ്മളെല്ലാ സിനിമാക്കാരും വയലൻസിലേക്കും വലിയ വലിയ സംഭവങ്ങളിലേക്കും പോകുമ്പോൾ ഇതൊന്നുമില്ലാതെ തന്നെ ഒരു ചെറിയ തീം സിനിമയായിട്ട് മാറാം, ഒരു ചെറിയൊരു കഥയുടെ തീം സിനിമയായിട്ട് മാറാം എന്നുള്ള ഒരു പരീക്ഷണം നടത്തിയതിന് വളരെയേറെ നന്ദി. ഇത്തരം ട്രെൻഡുകൾ മലയാള സിനിമയിൽ ഉണ്ടാവുകയാണെങ്കിൽ മലയാള സിനിമ രക്ഷപ്പെടുമെന്ന് പ്രതീക്ഷിക്കാം. എനിക്കതിൽ പുള്ളി പറഞ്ഞതിൽ ഇത്തരം ട്രെൻഡുകൾ സംഭവിക്കണം എന്നുള്ളതിൻ്റെ എൻ്റെ ആഗ്രഹം. കാരണം എന്താ വെച്ചാൽ ഇപ്പം ഞാൻ എൻ്റെ സുഹൃത്തുക്കൾക്ക് പറയാറുണ്ട്, ഇപ്പോൾ ഞാൻ നീണ്ട ശ്രമങ്ങൾക്ക് ശേഷം ഞാൻ എൻ്റെ തീരുമാനമാണ് ഞാൻ എനിക്ക് സ്വന്തമായിട്ട് സിനിമ ചെയ്യാന്നുള്ളത്. അപ്പോൾ ഇതുപോലെ ഞാൻ എൻ്റെ സുഹൃത്തുക്കൾക്ക് പറയാറുണ്ട്, നിങ്ങളൊരു കാര്യം, എടാ നിങ്ങൾ ഇതിൻ്റെ എത്ര സമയം വേസ്റ്റ് ചെയ്യുന്നത്, നിങ്ങൾ ഇതുപോലെ പടം ചെയ്യുന്നു. പക്ഷെ ഞാൻ ഇപ്പോൾ ഫാത്തിമ തിയേറ്ററിൽ ഇറങ്ങിയ സമയത്ത് പല സ്ഥലങ്ങളിലും ആളുകളും ഇല്ലാണ്ട് ഷോകൾ നിന്ന് പോയിട്ടുണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ ഒരാളെടുത്തിപ്പോൾ മാറ്റം സൃഷ്ടിക്കാൻ നിങ്ങൾ പറഞ്ഞല്ലോ, അപ്പോൾ ഞാൻ വേറെ ആളെടുത്ത് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഞാൻ ഇപ്പോൾ ഒരു പറയുന്ന ഫ്രണ്ടിൻ്റെ അടുത്താടാ നീ ചെയ്യുന്നു പറയുമ്പോൾ അവൻ അടുത്ത ചോദ്യം ചോദിക്കണം, ചേട്ടൻ നിൻ്റെ തിയേറ്ററിൽ വർക്കായെന്ന് ചോദിക്കണം. അപ്പോൾ ഇത്തരം മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മളത് ശ്രമിക്കുമ്പോൾ അതിൻ്റെ ഓഡിയൻസിൻ്റെ ഭാഗത്തുനിന്നും അല്ലെങ്കിലൊക്കെ ആ ഭാഗത്തൊക്കെ സപ്പോർട്ട് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇതൊരു മാറ്റമായിട്ട് സംഭവിക്കുമെന്ന് വിചാരിക്കും. പക്ഷേ ആ ഒരു സപ്പോർട്ട് എന്താ പറയുക തിയേറ്ററിൽ വന്ന സമയത്ത് ഈ പടത്തിന് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ വസ്തുത. തിയേറ്റർ എന്ന് പറഞ്ഞാൽ അത് കുറേ ശീലങ്ങളുണ്ടല്ലോ. നമ്മൾ തിയേറ്ററിൽ പോകുന്ന ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടാണ്. ആ ഒരു പ്രശ്നമാണ് ഇതിന്. ഇപ്പം ഇത് അങ്ങനത്തെ ഒരു സിനിമയല്ലല്ലോ, ആ തരത്തിലല്ലാതെ കാണിക്കുന്നത്. നമ്മൾ ഒരു കഥ വായിക്കുന്ന പോലെ, ഒരു കവിത വായിക്കുന്ന പോലെ സിനിമ കാണുന്ന ആളുകളുടെ ഇടയിൽ അത് വളരെ പെട്ടെന്ന് പറഞ്ഞിരിക്കും. പിന്നെ ഇങ്ങനത്തെയാണ് എല്ലാ ട്രെൻഡുകളും. തുടക്കത്തിൽ എപ്പോഴും നമുക്ക് തിരിച്ചടികൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. പക്ഷേ നിങ്ങൾ അതിലൂടെ തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് കാഴ്ചക്കാരുടെ സമൂഹം സാവകാശം അതിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. നമ്മൾ പുറകോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും മെയിൻ സ്ട്രീമിന് വേണ്ടി സിനിമ എടുത്തു കഴിഞ്ഞാൽ ആളുകൾക്ക് വളരെ എളുപ്പമാണ്. ഇത് ആൾക്ക് കുറച്ച് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. പക്ഷേ ആളുകൾ സ്ട്രഗിൾ ചെയ്തുകൊണ്ട് മാറണ്ടേ. എനിക്ക് ഒരുപാട് ഇപ്പം നിങ്ങൾ പറഞ്ഞ മാതിരി ഒരു തിയേറ്റർ പടമല്ല എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നത് ഇതൊരു തിയേറ്റർ പടമാണ്. കാരണം എല്ലാവർക്കും ഒരുമിച്ച് വന്ന് തിയേറ്ററിൽ വന്ന് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണെന്നുള്ളത്. കാരണം നമ്മൾ സിനിമ കളിക്കുന്ന സമയത്ത് പല തിയേറ്ററുകളിലും പോയിട്ട് വിസിറ്റ് ചെയ്ത സമയത്തൊക്കെ കിട്ടുന്ന റെസ്പോൺസ് അങ്ങനെയാണ്. പക്ഷേ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ആളുകൾ തിയേറ്ററിലോട്ട് വരുന്നില്ല എന്നുള്ള ഒറ്റ പോയിൻ്റാണ്. അപ്പോൾ അത് നമ്മളെ രീതിയിൽ നമ്മൾ ആർട്ടിസ്റ്റിൻ്റെ പ്രശ്നങ്ങളാണോ, പുതുമുഖങ്ങളായതുകൊണ്ടാണോ, അല്ലെങ്കിൽ ഇപ്പോൾ പ്രൊമോഷൻ വേണ്ടത്ര പ്രൊമോഷൻ ഇല്ലാത്തതുകൊണ്ടാണോ, ഇനിയിപ്പോൾ അതുകൊണ്ടല്ല. ഞാൻ വിചാരിക്കുന്ന ചില ആളുകൾ അറിഞ്ഞിട്ടുണ്ട് സിനിമയെ പറ്റിയിട്ട്, ആൾക്കാർക്ക് പറയുന്നുണ്ട് ഫെമിനിച്ചി ഫാത്തിമ സിനിമ വന്നിട്ടുണ്ട് എന്ന് അറിയുന്നുണ്ട്. പക്ഷേ ഇത്ര സിനിമകളോട് കാണിക്കുന്ന ഒരു മുഖംതിരിവുണ്ട്. ഇത് അവാർഡ് സിനിമയാണ്, അല്ലെങ്കിൽ അവാർഡ് സിനിമകൾ ഇങ്ങനെയാണ്. ഞാനൊരിക്കലും ഇത് ഇപ്പോൾ ഒരു സോ ക്വാളിറ്റി സ്റ്റീരിയോ അവാർഡ് പടം എന്ന രീതിയിൽ ഞാൻ എടുത്ത സിനിമയല്ല. ഞാൻ A to Z എല്ലാവരെയും എൻ്റർടൈൻ ചെയ്യിപ്പിക്കണം, ചിരിപ്പിക്കണം, അതിൻ്റെ കൂടെ കഥ പറയണം എന്നുള്ള പോയിന്റ് എടുത്തതാണ്. അപ്പോൾ ഇത്തരം സിനിമകൾ നിങ്ങൾ പറഞ്ഞ ഇതുകൂടി വന്നു കഴിഞ്ഞാൽ ഒരുപാട് മലയാള സിനിമയിൽ ഗുണം ചെയ്യുന്നത് വിചാരിക്കും. കൂടുതൽ പുതിയ ഫിലിം മേക്കേഴ്സിന്, കാരണം ഞാൻ ചെയ്ത് വളരെ ചെറിയ ക്യാമറയിൽ എൻ്റെ അങ്ങനത്തെ ഒരു പരിപാടി ചെയ്ത്. അപ്പോൾ ഇങ്ങനെ സിനിമ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാർക്കൊക്കെ അത് ഭയങ്കര പ്ലസ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. സിനിമ തുടങ്ങി കഴിഞ്ഞാൽ ഒരിക്കൽ പോലും നമ്മുടെ നമ്മുടെ ലൈവായിട്ടുള്ളതാണ്. ഇനി ഇന്നത്തെ ഇന്ത്യയുടെ ഒരു ആശയമുണ്ട്, സെൽഫ് റിലയൻസ്. അപ്പോൾ അത് ഇതിനെ കൊടുക്കുന്നുണ്ട്. അതൊന്ന്. പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ, ഇതിപ്പോൾ ജീവിതത്തിലുള്ള ഒരു കാര്യങ്ങളാണ് നമ്മൾ നരേറ്റ് ചെയ്തിട്ടുള്ളത്.
അത് കണ്ടെത്തി ഇങ്ങനൊരു ആശയം ഇങ്ങനെ ഒരു സിനിമയാക്കി കൊണ്ടുവന്നതിൽ വളരെയധികം നല്ലത്. കാര്യം പണ്ട് ഇത് ഒരു ഇറാനിയൻ സിനിമ കണ്ടത് ഓർക്കുണ്ടായിരുന്നു. അതായത് ഒരു ഷൂ കിട്ടാൻ വേണ്ടിയിട്ട്, എന്നിട്ട് അവസാനം ഷൂ കിട്ടാൻ ഇല്ലേ മുഹമ്മദ്. അപ്പോൾ അങ്ങനെ വളരെ ഈ പരാധീനതയുള്ള സമൂഹം, അത് അങ്ങനെയുള്ളൊരു സമൂഹത്തിൻ്റെ അവർക്കും ബുദ്ധിമുട്ടുണ്ട്. ഇന്നത്തെ ഈ യുഗത്തിലും ഇപ്പോഴും അങ്ങനെയുള്ള പ്രശ്നങ്ങളും സ്പേസസ് ഒക്കെ ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്ന ഒരു സിനിമ തന്നെയായിരുന്നു ഈ ഫെമിനിസ്റ്റ് ഫാത്തിമ. ഇതിൻ്റെ ഇൻ ബിറ്റ്വീൻ എനിക്കൊരു കരിയർ ഉണ്ടായിരുന്നു. ഇതിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് എത്രയാണ്, നിങ്ങൾക്ക് ഇത് അത് ഫീസിബിൾ ആയിരുന്നോ എന്നൊക്കെ കൂടി എനിക്കെന്ന് അറിയാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. വലിയ ബഡ്ജറ്റ് സിനിമയല്ല. ഇപ്പോൾ നമ്മൾ ആർട്ടിസ്റ്റുകളൊക്കെ പുതിയ ആൾക്കാരാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറവുകൾ സിനിമയിലുണ്ട്. അതായത് കോസ്റ്റിൽ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ വലിയൊരു ബിഗ് എമൗണ്ട് അല്ല, ചെറിയൊരു ബഡ്ജറ്റുള്ള പടം തന്നെ. ഓടിക്കൊണ്ടിരിക്കുന്നു. മനോഹരമായ സിനിമ തന്നെയാണ്. ഹലോ, മനോഹരമായ സിനിമ തന്നെയാണ് ഫെമിനിസ്റ്റ് ഫാത്തിമ. കാരണം തിരുവനന്തപുരം ഫിലിം ഫെസ്റ്റിവൽ മുതൽ ഇങ്ങോട്ട് ഒരുപാട് നല്ല നല്ല റിവ്യൂസ് എല്ലാം വന്ന ഒരു സിനിമയാണ്. എന്തുകൊണ്ട് നമ്മുടെ പൊതുസമൂഹം അത് ഏറ്റെടുത്തില്ല അല്ലെങ്കിൽ തിയേറ്ററിൽ പോയി കണ്ടില്ല എന്നുള്ളത് നമ്മൾ അന്വേഷിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. മാത്രമല്ല, നമ്മുടെ പൊതുസമൂഹത്തിൽ, പ്രത്യേകിച്ച് ഇന്ത്യൻ സമൂഹത്തിൽ, കേരള സമൂഹത്തിൽ പ്രകടമായി കാണുന്ന ആണധികാരത്തിന് നേരെ ഒരു ആണധികാരത്തിന് ശരിക്കും ആണധികാരത്തിൻ്റെ തലക്കൊരു അടി കൊടുത്ത പോലെയാണ് ഈ സിനിമ എനിക്ക് അനുഭവപ്പെട്ടത്. ആ ആണധികാരത്തിന് നേരെയുള്ളൊരു ചോദ്യമാണ് ഈ സിനിമ എറിയുന്നത്. സ്ത്രീകളുടെ പ്രശ്നങ്ങൾ ഒരുപാട് സിനിമകളിൽ വന്നിട്ടുണ്ടെങ്കിലും ഇത്തരം ഒരു ചോദ്യം എറിഞ്ഞുകൊണ്ട് ഈ സിനിമ അവസാനിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഈ അണധികാരത്തിൻ്റെ നേരെ രൂക്ഷമായ ഒരു ചാട്ടുളി എറിഞ്ഞുകൊണ്ട് ഈ സിനിമ എനിക്ക് അനുഭവപ്പെടുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ സിനിമ വളരെ മനോഹരമായ സിനിമയാണ്. ഇതിലെ ആക്ടേഴ്സിനെല്ലാം വളരെ മനോഹരമായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. ഡയറക്ടറുടെ ബ്രില്യൻസ് കാണിച്ചിട്ടുള്ള ഒരുപാട് രംഗങ്ങളുണ്ട്. എന്തുകൊണ്ട് നമ്മുടെ പൊതുസമൂഹം ഈ സിനിമ തിയേറ്ററിൽ പോയി കണ്ടില്ല എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. ഇത്തരം സിനിമകൾ വിജയിപ്പിക്കേണ്ടതും ആവശ്യമാണ്. പിന്നെ രാവിലെ കണ്ട സിനിമ, അതിനെക്കുറിച്ച് ഇന്ന് ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. രാവിലെ കണ്ട CS സനോജിൻ്റെ അരികെ 3 തലമുറകളിലൂടെയാണ് ആ സിനിമ സംവിധാനം ചെയ്ത് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. അതും വളരെ നല്ലൊരു സിനിമയാണ്, നല്ലൊരു അനുഭവമായിരുന്നു ആ സിനിമ. താങ്ക് യു. ഒരു സ്ത്രീപക്ഷ സിനിമയെ പറ്റിയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. പക്ഷേ ലേഡീസ് ആരും പറഞ്ഞു കണ്ടില്ല. പക്ഷേ ഞാൻ ആ ഒരു സ്ത്രീയുടെ ആംഗിളിൽ നിന്നിട്ട് പറയാണ്. പിന്നെ ഒരു മെയിൽ ഡയറക്ടറുടെ അടുത്ത് നിന്ന് വന്ന ഈ ഒരു കൃതി വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു സ്ത്രീയുടെ വിവിധ അവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോൾ അവരുടെ പല ഡെവലപ്മെൻറ്റ്, അവരെങ്ങനെ ആ ഒരു ഫെമിനിച്ചി എന്ന ഒരു പേരിൻ്റെ ലേബലിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളത് അത് കറക്റ്റ് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു സ്ത്രീ ഡയറക്ടർ ചെയ്യുമായിരുന്ന അതേ ഒരു ലെവലിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ആ ഒരു സ്ത്രീയുടെ മാനസികാവസ്ഥകൾ മനസ്സിലാക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളതെന്നാണ് എനിക്ക് മനസ്സിലായത്. വളരെ നന്നായിരുന്നു. ലാസ്റ്റ് വന്നത് ഇപ്പോൾ എല്ലാവരും പറഞ്ഞ പോലെയല്ല, ആ സ്ത്രീ എൻ്റെ ഒരു ശക്തി എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അത് എംപവേർഡായിട്ടാണ് മുന്നോട്ട് വന്നിരിക്കുന്നത്. അത് വളരെ കൃത്യമായിട്ട് കൺവേ ചെയ്തിട്ടുണ്ട്. ടീമിന് അഭിനന്ദനങ്ങൾ. എന്താ വെച്ചാൽ ഇപ്പം എൻ്റെ വീട്ടിൽ ഞാൻ, എൻ്റെ ഉമ്മ, എൻ്റെ വല്യമ്മ, എൻ്റെ താത്ത 3 പേരാണുള്ളത്. അപ്പോൾ ഈ 3 സ്ത്രീകളുടെ ഇടയിലാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഉമ്മക്ക് ഇതുപോലെയുള്ള ഒരുപാട് സാഹചര്യങ്ങളൂടെ നടന്നു പോയുള്ള ആളപ്പോൾ അതുകൊണ്ട് ആയിരിക്കും തോന്നുന്നു എനിക്ക് ഇമോഷൻസൊക്കെ കറക്റ്റ് എനിക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. സമയമായി. നന്ദി ഫാസിൽ, നന്ദി സിദ്ധാർത്ഥ്, നന്ദി സുരേന്ദ്ര.